ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് അതിന്റെ കണക്റ്റഡ് ഫാക്ട്സിന്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ബയോളജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാറ്. ഇനി നമുക്ക് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ് തുടങ്ങാം നമുക്ക് ഇപ്രാവശ്യം. അപ്പൊ നോക്കൂ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നോക്കിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് നോക്കി. നമുക്കറിയാം ഇത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ അല്ലെങ്കിൽ സുഷുമ്നയുടെ ഇതാണല്ലേ, ഛേദമാണ് അല്ലെങ്കിൽ അതിന്റെ സെക്ഷൻ ആണ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ന്യൂറോൺസ് ഫൗണ്ട് ഇൻ പാർട്ട് എ ആൻഡ് ബി? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാർട്ട് എ ഏതാണ്, അതുപോലെ പാർട്ട് ബി ഏതാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അവിടെ കാണുന്ന ന്യൂറോണുകളുടെ പ്രത്യേകത എന്താണെന്നാണ്. എല്ലാവർക്കും തെറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പൊ സൂക്ഷിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്താണെന്നൊക്കെ അറിയാം. തന്നിരിക്കുന്ന ചിത്രം നമ്മുടെ സ്പൈനൽ കോഡിന്റെ ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ കാണുന്ന ഈ ന്യൂറോണുകളുടെ പ്രത്യേകത എന്താ? ഈ ഭാഗം എ എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണല്ലേ. ഇവിടെയുള്ള ന്യൂറോണുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ മൈലിൻ ഷീത്ത് കാണുന്നതാണ് അല്ലെ. കാണുന്ന ന്യൂറോണുകൾ കാണുന്ന ഭാഗമാണ് എന്ത്? ഈ എ എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ. ഈ ഭാഗം എന്താണ്? ബി എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ കാണുന്ന ഭാഗമാണ് എന്ത്? ബി ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് ഒരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയ ഭാഗത്തു നിന്നാണ് ഈ ഒരു ഇത്രയും വലിയൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കി വായിക്കേണ്ടതിന്റെ ആവശ്യകത പിള്ളേർക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്കതൊന്ന് വായിച്ചു പോവാം. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങളും കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How does the direction of impulse transmission differ in part C and D? പാർട്ട് സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടുത്തെ ഇമ്പൾസുകൾ തമ്മിലുള്ള അതിന്റെ ഡയറക്ഷന് എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നമുക്കറിയാം. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ആണ്. ഇതിന്റെ സി ഏതാണ് എപ്പോഴും മാറിപ്പോവും. പിക്ചർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. ഈ ബാക്കിൽ കാണുന്നതാണ് എന്ത്? ഡോർസൽ റൂട്ട്. ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഇതാണ് ഡോർസൽ റൂട്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് എന്ത്? വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിന്റെ പ്രത്യേകത എന്താ? ഏത് സൈഡിലേക്കാ പോവാ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് എന്ത്? ഡോർസൽ റൂട്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇമ്പൾസിനെ നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് എന്ത്? ഡോർസൽ റൂട്ട്. ഇനി വെൻട്രൽ റൂട്ട് നോക്കിക്കോളൂ. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്ന ആളുകളാണ് എന്ത്? വെൻട്രൽ റൂട്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഇവിടെ. നമുക്ക് 4 മാർക്ക് അടിക്കാൻ പറ്റൂലേ ഈസി ആയിട്ട്? നമുക്കിനി ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ആണ് അടുത്തത്. ഒരു ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ട്. എ കോളം, ബി കോളം, സി, ഡി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബ്രെയിൻ സ്റ്റെമ്മിന് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണവ? മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. നോക്കൂ, വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിനെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുതും അല്ലേ. എന്താണ്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഉത്തരം അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ എന്തും എഴുതും. ബ്രെയിനിന്റെ പാർട്സ് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ പോലെ നമ്മൾ എഴുതും. പക്ഷെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എവിടെയായിരിക്കും കിടക്കുന്നത്? അതാ ഇവിടെ കിടക്കുന്നു. നമ്മുടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതാ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ മിഡ് ബ്രെയിന്റെ ഫങ്ഷൻസ് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുക, കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് സഹായിക്കുക. ഇതൊക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ.
പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുക. ഇനി മെഡുല്ല ഓബ്ലോങ്കേട്ട നമുക്കറിയാം ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് മെഡുല്ല ഓബ്ലോങ്കേട്ട.